പാതി നോമ്പ്. വിശുദ്ധ വലിയ നോമ്പിന്റെ 25-ാം ദിനം. 50 ദിവസത്തെ ആത്മീയ യാത്രയുടെ കൃത്യം പകുതി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ഈ ദിനം പാതി നോമ്പ് എന്ന പേരിൽ അതിപ്രധാനമായ ഒരു ദിനമായി ആചരിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ മരുഭൂമിയിലെ പ്രയാണത്തിനിടയിൽ പാമ്പുകടിയേറ്റവർ രക്ഷപ്പെടാനായി മോശ ഒരു വെങ്കല സർപ്പത്തെ ഉയർത്തിയതുപോലെ പാപമാകുന്ന സർപ്പത്തിന്റെ കടിയേറ്റ മനുഷ്യകുലത്തിന് പ്രത്യാശയായി ഇതാ കുരിശുമരം പള്ളിയുടെ മധ്യഭാഗത്ത് ഉയർത്തപ്പെടുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്ന യോഹന്നാന്റെ സുവിശേഷ വാക്യമാണ് ഈ ദിവസത്തെ ചിന്താവിഷയം. 4-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പല ആരാധനാക്രമങ്ങളും രൂപപ്പെട്ടു. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലനി രാജ്ഞി ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സ്മരണകൾ ഈ ശുശ്രൂഷയ്ക്ക് പിന്നിലുണ്ട്. ഹെലനി രാജ്ഞി വിശുദ്ധ കുരിശ് കണ്ടെടുത്തതിന്റെ സ്മരണകൾ പിൽക്കാലത്ത് നോമ്പ് യാത്രയുടെ പകുതിയിൽ ആഘോഷമായി മാറി. അൾത്താരയുടെ മറവിൽ നിന്നും ജനമധ്യത്തിലേക്ക് കുരിശിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങ് ദൈവം മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന സുവിശേഷ സത്യത്തിന്റെ ചരിത്രപരമായ ആവിഷ്കാരമാണ്. നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വന്ന ഈ ആരാധനാക്രമം മരുഭൂമിയിലെ പ്രയാണത്തിനിടയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ലഭിച്ച ആശ്വാസത്തെയാണ് ഓരോ വർഷവും നമ്മുടെ പള്ളികളിൽ പുനരാവിഷ്കരിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് ഈ ശുശ്രൂഷ പൊതുവെ ഗോകുൽത്ത സ്ഥാപനം എന്നൊക്കെ പരക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിലും പൽഗോമോ ദു സൗമോ, നോമ്പിന്റെ പകുതി, മെനോർത്തോ എന്നീ 2 സുറിയാനി പദങ്ങളാണ് ഈ ദിവസം നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടത്. പൽഗോമോ ദു സൗമോ എന്ന സുറിയാനി പദങ്ങളുടെ വാച്യാർത്ഥം നോമ്പിന്റെ പകുതി എന്നാണ്. സഭാപിതാക്കന്മാർ ഈ പദത്തെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ മരുഭൂമി പ്രയാണവുമായി ബന്ധിപ്പിക്കുന്നു. 40 വർഷത്തെ യാത്രയുടെ പകുതിയിൽ വെച്ചാണല്ലോ മോശ വെങ്കല സർപ്പത്തെ ഉയർത്തിയത്. അതുപോലെ 50 ദിവസത്തെ നോമ്പിന്റെ പകുതിയിൽ നാം കുരിശിനെ ഉയർത്തുന്നു. ഈ ദിവസം നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ട 2ാമത്തെ പദം മിനോർത്തോ എന്നതാണ്. മിനോർത്തോ എന്ന പദത്തിന്റെ അർത്ഥം ദീപശിഖ അല്ലെങ്കിൽ വിളക്കുമരം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, സമാഗമ കൂടാരത്തിൽ വച്ചിരുന്ന 7 കാലുള്ള സ്വർണ്ണ വിളക്കുമരത്തെയാണ് മിനോർത്തോ എന്ന് വിളിക്കുന്നത്. ഇരുളടങ്ങിയ ലോകത്തിന് പ്രകാശം നൽകുന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ് വിളക്കുമരം. കുരിശ് വെറുമൊരു മരമല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവൻ പ്രകാശമായി ക്രിസ്തുവിനെ വഹിക്കുന്ന വിളക്കുമരമാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നു. പുരാതന കാലത്ത് ബലിപീഠത്തിന് പിന്നിലായിരുന്ന കുരിശ് പാതി നോമ്പ് ദിവസം വിശ്വാസികളുടെ ഇടയിലേക്ക് മാറ്റി വയ്ക്കുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇത് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യർക്കിടയിൽ വസിച്ചു എന്ന സങ്കല്പത്തെ ദൃഢമാക്കി. ആരാധനക്രമ ചരിത്രമനുസരിച്ച് കുരിശ് മദ്ബഹായിൽ നിന്ന് നീക്കി പള്ളിയുടെ മധ്യഭാഗത്ത് വെക്കുന്നത് വെറുമൊരു ചടങ്ങല്ല. പഴയകാല ഭൂപടങ്ങളിൽ ജെറുസലേമിനെ ലോകത്തിന്റെ മധ്യമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തു നമ്മൾക്ക് കേന്ദ്രബിന്ദുവായി ആയിരിക്കണം എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. പള്ളിയുടെ മധ്യത്തിൽ ഗോകുൽത്ത എന്നറിയപ്പെടുന്ന അലങ്കരിച്ച പീഠ സ്ഥാപിക്കുന്നത് പിൽക്കാലത്ത് വന്ന ഒരു സുപ്രധാന മാറ്റമാണ്. ഗോൽഗോത്ത എന്ന വാക്കിനർത്ഥം തലയോടിടം എന്നാണ്. കുരിശുമരണം നടന്ന ആ മലയുടെ പ്രതീകമായിട്ടാണ് ഇത് സഭയുടെ മധ്യത്തിൽ നിലകൊള്ളുന്നത്. ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞ് മനോഹരമായി അലങ്കരിച്ച രീതിയിലാണ് ഗോകുൽത്ത സ്ഥാപിക്കുന്നത്. ചുവപ്പ് നിറം രാജകീയതയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും പ്രതീകമാണ്, അടയാളമാണ്. ഇപ്രകാരം ദേവാലയ മധ്യത്തിൽ ഗോകുൽത്ത സ്ഥാപിക്കുന്നത് സ്ലീബ ആഘോഷത്തിന് ശേഷമാണ്. ഇതിൻ്റെ ക്രമം ഇപ്രകാരമാണ്: ദേവാലയത്തിനു ചുറ്റും ആഘോഷമായ പ്രദക്ഷിണം നടത്തിയതിനു ശേഷം വിശുദ്ധ മദ്ബഹായിൽ വെച്ച് 4 ദിക്കുകളിലേക്കും തിരിഞ്ഞുള്ള കുരിശിൻ്റെ വാഴ്വ് സുറിയാനി സഭയുടെ തനിമയാർന്ന ഒരു ശൈലിയിൽ നടത്തുന്നു. സ്ലീബ ആഘോഷ സമയത്ത് ധൂപമർപ്പിക്കുന്നതും വിളക്കുകൾ പിടിക്കുന്നതും ഒരു രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുക. 4 ദിക്കുകൾ എന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ഓരോ ദിക്കിലേക്കും സ്ലീബ വാഴ്ത്തുമ്പോൾ
വിശ്വാസികൾ 3 പ്രാവശ്യം കുരിയലായിസോൻ, കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ആവർത്തിച്ചു വിളിക്കുന്നത് ഈ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വിശുദ്ധ അപ്രേം നോമ്പ് യാത്രയെ ഒരു യുദ്ധത്തോടാണ് ഉപമിക്കുന്നത്. പകുതി ദൂരം പിന്നിടുമ്പോൾ തളർന്നു പോകുന്ന സൈനികന് വിജയത്തിൻ്റെ അടയാളമായ കുരിശ് ആശ്വാസം പകരുന്നു. പാപത്തിൻ്റെ ഇരുളകന്ന് ലോകം മുഴുവൻ ദൈവത്തിൻ്റെ പ്രകാശത്താൽ നിറയുന്നു. ഓരോ ദിക്കിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകൾ തളർന്നുപോയ മനുഷ്യകുലത്തിന് കുരിശ് നൽകുന്ന സൗഖ്യത്തിൻ്റെയും പ്രത്യാശയുടെയും വിളംബരമാണ്. ഈ ദിവസം ഉയർത്തുന്ന കുരിശ് സ്വർഗാരോഹണ പെരുന്നാൾ വരെ പള്ളിയിൽ സ്ഥാപിക്കുന്നു. ദേവാലയത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ സ്ലീബായിൽ ബന്ധിച്ചിരിക്കുന്ന ഊറാറ മുത്തിയാണ് വിശ്വാസികൾ ദേവാലയത്തിനുള്ളിലേക്ക് കയറേണ്ടതും ഇറങ്ങേണ്ടതും. കഴിഞ്ഞ 25 ദിവസങ്ങളിലായി അനുഷ്ഠിച്ചു പോകുന്ന നോമ്പും അതിലെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും തീക്ഷ്ണത ഒട്ടും കുറഞ്ഞു പോകാതെ അല്പം കൂടെ ജാഗ്രതയിലും അല്പം കൂടെ തീക്ഷ്ണതയിലും കർത്താവിൻ്റെ കഷ്ടാനുഭവ വാരത്തിലേക്കും ഉയർപ്പിൻ്റെ മഹിമയിലേക്കും നടന്നെടുക്കുവാൻ പാതി നോമ്പിലെ ആചരണം വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു.